കണ്ണൂർ ചക്കരക്കല്ലിൽ നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. പനേരിച്ചാൽ, ആർവി മെട്ട, മാമ്പ എന്നീ പ്രദേശങ്ങളിലാണ് തെരുവുനായ ആക്രമണമുണ്ടായത്. കുട്ടികൾക്കും സ്ത്രീകൾക്കുമടക്കം 30-ലേറെ പേർക്ക് പരിക്കേറ്റു. നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ബസ് കാത്തിക്കാൻ നേരം പാഞ്ഞു കടിക്കുകയത് കുറെ ആളെ അങ്ങനെ കടിച്ചു വരുന്നുണ്ടായിരുന്നു തോന്നുന്നു. എന്താന്ന് അറിയാം, നായാന്ന് പറയുന്നത്. പെങ്ങളെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് പോകാൻ ബസ്സിന് കാത്തു നിന്നാ. അപ്പോൾ ഇന്ന് നായി വന്നിട്ട് പാഞ്ഞു കടിച്ച്. സ്റ്റീലിൻ്റെ ബോട്ടിൽ അതിനെ കൊണ്ട് ഞാൻ അടിച്ച് സഞ്ചി എടുക്കില്ല. ഒരു 2-3 പ്രാവശ്യം എൻ്റെ നേർക്ക് വന്നിത് കടിച്ചതിന് ശേഷം. അപ്പോൾ അടിച്ചിട്ട് ഞാൻ മാറ്റം ചെയ്തേനെ. ഞാൻ ഇങ്ങനെ അടുക്കള വടക്കേറിയൻ്റെ ഇടം മുറ്റത്ത് അടുപ്പുണ്ട്, അതിൻ്റെ ഇടം നിന്നതേനു. അന്നേരം പെട്ടെന്ന് നായി ഓടി വന്നിട്ട് എന്നെ കയറി പിടിച്ച്. അന്നേരം ഞാൻ മറിഞ്ഞേട്ടി വീണ്. സൈക്കിൾ പാർക്ക് ചെയ്യാൻ നിൽക്കുമ്പം അപ്പോൾ നായ പുറക് സീറ്റിൽ കയറിയിട്ട് എന്നെ അപ്പോൾ തുള്ളിയിട്ട് താഴിട്ട് എന്നിട്ട് എന്നെ കടിച്ച്. അടുത്ത വീട്ടിൻ്റെ റോട്ടും വന്ന് അത് എത്താനായി. എന്നിട്ട് റോട്ടും വന്ന് ഒരു നായി വന്ന് എന്നെ കടിച്ച്. ഇത് സാധാരണ പോലെ മെയിനായി പഞ്ചാൽ സാധാരണ പോലെ താഴെ വരുന്നു, സാധാരണ എല്ലാ നായ്ക്കളും പോകുന്ന പോലെ. അപ്പോൾ ഇത് എൻ്റെ അടുക്ക് എത്തിയ പെട്ടെന്ന് എൻ്റെ മേത്തേക്ക് ചാടി. അപ്പോൾ കൈനെ കൊണ്ട് തടുത്ത്, അപ്പോൾ കൈക്ക് അടിയേറ്റ്. കുറേ നായ്ക്കളുണ്ട്. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു നായി തന്നെ ഇത്ര ആളെ കടിക്കുന്ന ആദ്യമായിട്ടാണ്. ഫെലിക്സ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഫെലിക്സ്, ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ഒരു തെരുവുനായ ഓടി വന്ന് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ മനുഷ്യരെയും ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു ഭീകരാന്തരീക്ഷം തന്നെ ഉണ്ടായിരിക്കുന്നു. 10-30 പേർക്ക് പരിക്കുണ്ടായിട്ടുണ്ട്, കുട്ടികളടക്കം. ഈ നായയെ ചത്ത നിലയിൽ കണ്ടെത്തി എന്ന വാർത്ത കൂടി വരുന്നുണ്ടല്ലോ ഫെലിക്സ്. അവർക്ക് അതിനനുസരിച്ചുള്ള ചികിത്സ, മരുന്ന് ഇതൊക്കെ ലഭ്യമാണോ? അത് ഒരു ബസ് സ്റ്റോപ്പിലേക്ക് മാത്രമല്ല, വീട്ടിന് മുറ്റത്തും വീട്ടിനുള്ളിലും കയറി ഈ തെരുവുനായ ആളുകളെ കടിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖത്തും കാലിലും കൈക്കും ഒക്കെ തന്നെ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയെന്നത്. നായയെ പിടികൂടാനായി നാട്ടുകാരുടെ ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചിരുന്നു. അവരാണ് നായയെ കണ്ടത്. ഈ ഒരു വീട്ടുമുറ്റത്ത് ചത്ത നിലയിലാണ് ഇപ്പോൾ നായയെ കണ്ടിട്ടുള്ളത്. അഞ്ചരക്കണ്ടി, ചെമ്പിലോട് ഈ 2 പഞ്ചായത്തുകളിലാണ് ഈ തെരുവുനായ ശല്യം, ആക്രമണം ഏറ്റവും രൂക്ഷമായി ഉണ്ടായിരുന്നത്. രാവിലെ മദ്രസയിൽ പോകുന്നവർ, സ്കൂളിൽ പോകുന്നവർ, ഒപ്പം വീട്ടുമുറ്റത്ത് പല്ല് തേച്ചുകൊണ്ടിരുന്നവർ, വീട്ടിന് ഉള്ളിലുണ്ടായിരുന്നവർ, അങ്ങനെ എല്ലാവരെയും ഈ ഒരു തെരുവുനായ ആക്രമിക്കുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടായത്. ഈ തെരുവുനായ്ക്ക് പേവിഷബാധ ഉണ്ട് എന്നതാണ് സംശയിക്കുന്നത്. പക്ഷേ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിലായി 32 പേർക്കാണ് പരിക്കേറ്റത് എന്നതാണ്, കടിയേറ്റത് എന്നതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. പക്ഷേ ഇപ്പോഴും നിരവധി പേർ കടിയേറ്റ് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. തൊഴിലുറപ്പ് തൊഴിലിൽ പോകുന്നവരെ അടക്കം തെരുവുനായ കടിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും നായയുടെ കടിയേറ്റിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിലെ കണക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് 32 പേര് എന്നതാണ്. അത് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ഈ ചെറിയ കുട്ടികൾക്കടക്കം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ആശ്വാസകരമായ കാര്യം, ഈ പരിക്ക് ഗുരുതരമാണെങ്കിൽ കൂടി അത് ഒരു അപകട നില തരണം ചെയ്ത നിലയിലാണ് എല്ലാവരും ഉള്ളത് എന്നതാണ്. എല്ലാവരുടെയും കയ്യിൽ ബാഗോ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിലോ ഒക്കെ തന്നെ ഉള്ളത് കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടതെന്ന് പറയാം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും കടിച്ചു പറിക്കുകയായിരുന്നു ഈ തെരുവുനായ. അതായത് മുഖത്തേക്കടക്കം ചാടി കടിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. പലരെയും റോട്ടിൽ കടിച്ച് വലിക്കുന്നത് കണ്ട് സമീപത്തുണ്ടായിരുന്നവരാണ് ഓടിയെത്തി ആ തെരുവുനായി അവിടെ നിന്നും ഓടിച്ചത്. പക്ഷേ ആ തെരുവുനായി ഓടി പോയ ഇടങ്ങളിലൊക്കെ തന്നെ ആളുകളെ കടിച്ചുകൊണ്ട് പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഏറ്റവും ആശ്വാസകരമായ കാര്യം, ഈ നായ ചത്തു എന്നതാണ്. ഒപ്പം പരിക്ക് ഗുരുതരമാണെങ്കിലും എല്ലാവർക്കും കൃത്യമായ ചികിത്സ ലഭിക്കുന്നുണ്ടോ എന്നതുമാണ്. ഫെലിക്സ്, ഈ നായ ചത്തു എന്ന് പറയുമ്പോൾ അതിന് പേവിഷബാധയുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അതിനനുസരിച്ചുള്ള മരുന്നുകളും മറ്റും ലഭ്യമാണോ, അതിനനുസരിച്ചുള്ള ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞോ എന്നുള്ളതൊക്കെ? തീർച്ചയായിട്ടും ജില്ലാ ആശുപത്രിയിൽ വാക്സിൻ ഉണ്ട്, വാക്സിൻ എല്ലാവർക്കും നൽകുന്നുണ്ട്. പേവിഷബാധ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നത് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു നായ എല്ലാവരെയും വന്ന് കടിക്കുന്നു എന്നതുകൊണ്ട് അതിന് പേവിഷബാധ ഉണ്ട് എന്ന സംശയം അതുകൊണ്ടാണ് ഉള്ളത്. പക്ഷേ അതിന് സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ എല്ലാവർക്കും വാക്സിൻ അടക്കം നൽകുന്നുണ്ട്. ജില്ലാ ആശുപത്രിയിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ശരി.